കാണാതായ പള്ളുരുത്തി സ്വദേശി ആദം ജോയുടെ തിരോധാനത്തിൽ കോടതി ഇടപെടലിനെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ജൂലൈ 27-നാണ് സൈക്ലിംഗിന് പോയ CA വിദ്യാർത്ഥി ആദം ജോയെ കാണാതാവുന്നത്. 131 ദിവസം പിന്നിട്ടിട്ടും 21-കാരനെ കുറിച്ച് യാതൊരു തുമ്പും ലഭിക്കാത്തതിനെ തുടർന്ന് പിതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ ഡൈവിംഗ് സംഘത്തെ ഏർപ്പെടുത്തി തോപ്പുംപടി പാലത്തിനടിയിലും കാട് പിടിച്ചു കിടക്കുന്ന പരിസര പ്രദേശങ്ങളിലുമെല്ലാം തിരച്ചിൽ നടത്തി. ജൂലൈ 28-ന് നമ്മൾ കൊടുത്ത FIR മുതൽ തന്നെ അന്വേഷണം വളരെ കാര്യക്ഷമമായി തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സമയത്തിന്റെ ദൈർഘ്യം മുൻനിർത്തി നമ്മൾ ഹേബിയസ് ഫയൽ ചെയ്തതിന് ശേഷം വളരെയധികം ആക്റ്റീവാണ്. അതായത് സൂപ്പർ ഫാസ്റ്റ് മോഡൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നടത്തുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് ഒരു പ്രധാന ഘടകമായി തന്നെ, ഉത്തരവ് ഒരു പ്രധാന ഘടകമായി തന്നെ വന്നിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവൻ്റെ സൈക്കിൾ ഇവിടെ എവിടെയെങ്കിലും ആദം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു സെർച്ച് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആദം ജോ ആന്റണി എന്ന പള്ളുരുത്തി സ്വദേശിയായ യുവാവിനെ കാണാതായിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ കുടുംബം തീരാ ദുഃഖത്തിലാണ്. പഠന കാര്യങ്ങളിലെല്ലാം മികവ് പുലർത്തിയിരുന്ന ആദം നല്ല മാർക്കോടെയാണ് CA പരീക്ഷ പൂർത്തിയാക്കിയത്. ജൂലൈ 27-ന് പതിവ് പോലെ വീട്ടിൽ നിന്നും സൈക്ലിംഗിനിറങ്ങിയ ആദത്തെ പിന്നീട് ആരും ഇതുവരെയും കണ്ടിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ ഷിപ്പ്യാർഡ് വരെ സൈക്കിൾ ചവിട്ടി പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും പിന്നീട് എവിടെയെന്നുള്ളതിന് ഇതുവരെയും ഉത്തരവുമില്ല. വ്യക്തമായ വിഷ്വലുള്ളത് സുറിയാനിപ്പള്ളി കഴിഞ്ഞ് തൊപ്പുംപടിയിലേക്ക് പാലം കയറുന്നതിന് മുമ്പ് വരെയാണ് വ്യക്തതയോടെയുള്ള വിഷ്വൽ ഉള്ളത്. അതിനുശേഷം തേവരവരെ 2 സൈക്കിൾ യാത്രികർ പോകുന്നുണ്ട്. പക്ഷേ അതിൽ ഒരെണ്ണം ആദം തന്നെ ആണോ എന്ന് ഇപ്പോഴും കൺഫർമേഷൻ ഇല്ല. തന്റെ മകനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പിതാവ് ആന്റണി ഹൈക്കോടതിയിൽ നൽകിയ ഹേബിയസ് കോർപ്പസിന്റെ അടിസ്ഥാനത്തിൽ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ടീമിന് രൂപം നൽകുകയും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തു. ആദമിന്റെ സൈക്കിൾ ഏതെങ്കിലും തരത്തിൽ കായലിലോ പരിസര പ്രദേശങ്ങളിലോ ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തോപ്പുംപടി പാലത്തിനടിയിലും കാടുപിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലും റെയിൽവേ പരിസരത്തുമെല്ലാം പോലീസ് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അന്വേഷണം നടത്തി. ആദമിന്റെ പിതാവും സ്ഥലത്തുണ്ടായിരുന്നു. മട്ടാഞ്ചേരി ACP കിരൺ PB IPSന്റെ നേതൃത്വത്തിലാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൈക്കിൾ ഒരുപക്ഷെ ഈ പാലത്തിൽ നിന്ന് ഉപേക്ഷിച്ചിട്ട് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ആദം വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി സൈക്കിളിന് വേണ്ടിയുള്ള ഒരു തെരച്ചിലാണ് മെയിനായിട്ട്. ആദം പോകാൻ ചാൻസുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി പരിശോധിച്ചിട്ടുണ്ട്. കേരളം വിട്ട് ആദം പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മളും ചെന്നിട്ടുണ്ട്. അവിടെ എല്ലാം ചെന്ന് അവിടെ നമ്മൾ മാക്സിമം കോംപ്രിഹെൻസീവ് ആയിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ ആദമിൻ്റെ ഫ്രണ്ട്സും അതേപോലെ ബാക്കി റിലേറ്റീവ്സിനെ എല്ലാവരെയും കണ്ടും അവരുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.